ഇനി നമ്മളെ അമ്പും മില്ലും പരിശീലനത്തിന് കൊണ്ടുപോവുകയാണ് അടുത്ത കടമ്പ. മുന്നേ നടന്നോ ഐശ്വര്യ? ആ തലയിലിരിക്കുന്ന കണ്ടില്ലയോ, ബാബുവിൻ്റെ സ്കിന്നാണ്. ഐശ്വര്യേ, അർജുനാവോ? ഞാൻ വല്ല ഭീമനെ വല്ല അവസ്ഥയുള്ളു. അമ്പവിടാന്ന് ചോദിക്കുമ്പം ഇല്ലേ, ഏതാ ലക്ഷ്യം കാണുന്നത്? ഞാൻ ആ ശിഖരമാണെന്ന് പറയും. അപ്പം എന്നാണ്ട് അവരവിടെ പൊസിഷൻ വെച്ചിട്ടുണ്ട്. ഇവിടെ ആക്ച്വലി ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നതാണ്. അപ്പോൾ അവരെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരുക്കി വെച്ചിരിക്കുന്ന കണ്ടില്ലയോ, അവിടേക്കാണ് അവർ അമ്പ് ചെയ്യാൻ പോകുന്നത്. കണ്ടേ, ഇവിടുന്ന് നമ്മുടെ സഹോദരൻ എന്നാണ് അമ്പ് ചെയ്യുന്നു. വാ, കണ്ട വാട്ടർ ടാർജറ്റ്. I can hit that target, me. Oh. I'm very. These people they know. I'm good shooter. Oh, then show me. Really, I don't. Zani ichame. Zani ichame. Zani ichame. Zani ichame. Zani, let me eat. Bicho, let me eat. Wow. Muda. See? I didn't see the arrow. Where is the arrow? On. Because also this is not my size. See? Okay. My size that one, but the arrow they not fixed from the rope. Okay. ഞാൻ ഐശ്വര്യക്ക് വേണ്ടി ഒരു അമ്പെടുക്കുകയാണ്. സോഫ്റ്റ് ആയിട്ടുള്ള ഒരെണ്ണം എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സോഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ല ട്രൈ ആണ്. വില്ലട് അമ്പും മില്ലും വേണമല്ലോ. നമ്മുടെ ടോട്ടോ ആണ് നമ്മളെ ഐശ്വര്യ പഠിപ്പിക്കുന്നത്. ഗ്രേറ്റ് മാൻ, ഗ്രേറ്റ്. ഫൈനലി നമ്മുടെ ഗൈഡ് വിജയിച്ചിരിക്കുകയാണ്. അവസാനം പുള്ളി കറക്റ്റ് ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. കൺഗ്രാറ്റ്സ്. ഐശ്വര്യ ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടി പഠിപ്പിക്കുകയാണ്. ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്നാൽ പഠിക്കുമോ? കൈ ഹോൾഡ് ചെയ്യുന്നതിലൊക്കെയാണല്ലോ പ്രാധാന്യം കേട്ടോ. കണ്ടോ, അങ്ങനെയാണ് കൈ ഹോൾഡ് ചെയ്യേണ്ടത്. Na inaangusha, yani mnyama mkubwa sana. Hii ya kwangu ni kubwa, zingine ni ndogo sana. രണ്ട് വിരല്, ഒരു വിരല്. അങ്ങനെ ഇടയ്ക്ക് ആ രീതി, അത് ഇത് ചെയ്യുന്നതിനൊരു രീതി ഉണ്ടാക്കുക. ആ രീതിയാണ് ആ കുട്ടി പഠിപ്പിച്ചത്. താന്നിരിക്കല്ലേ, ഇത്തിരി താന്നിരിക്കല്ലേ. പൊക്ക് അല്ല, പൊക്ക്. ഇത് കൈ മുകളിലോട്ടാക്ക്. കൈ കുറച്ചുകൂടെ
ഇതിത്തിരി താഴോട്ടാക്ക്. ആ മറ്റേത് ആ കൈ താഴോട്ടാക്ക്. അതല്ല മറ്റേ കൈ. ഞാനൊന്ന് ട്രൈ ചെയ്യട്ടോ. കൈ അങ്ങനെ വെക്കാൻ വെച്ചില്ലെങ്കിൽ നമുക്ക് വായസ് കിട്ടത്തില്ല. ഞാൻ ചെയ്തപ്പോ പിന്നെ ഐശ്വര്യക്ക് ഇനി ചെയ്യണമെന്നൊരാഗ്രഹം. ആണോ? ഓ കഞ്ചാവ് വലിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇതിന് കറക്റ്റ് ഉന്നം കിട്ടുന്നുണ്ടല്ലേ? അത് കൊള്ളാം. ഐശ്വര്യ നടുക്കോട്ട്, നടുക്ക് വേണം, ആരോ നടുക്ക് വരണം. കറക്റ്റ് അല്ല ഐശ്വര്യ, നടുക്ക് വരട്ടെ. ആ വലിക്കും. നമ്മുടെ ഗൈഡ് വീണ്ടും ട്രൈ ചെയ്യാണ്. വാ നൈസ്. പുള്ളി നല്ല ഷാർപ്പ് ഷൂട്ടർ തന്നെയാണ്, തെളിയിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ഉമ്മൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അവർ ഈ പകൽ സമയങ്ങളിൽ വേറെ സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പോൾ അവരുടെ അടുത്തേക്ക് പോവുകയാണ്. അവർക്ക് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് വിൽക്കാനായി കുറച്ച് സാധനങ്ങളൊക്കെ ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇവിടുന്ന് വിൽക്കുന്നതാണ്, ഇവരതിനെ ഉണ്ടാക്കി വിൽക്കുന്നതാണ്. കമ്പടിച്ചേക്കുന്നുണ്ടല്ലേ ഓരോ കമ്പുകൾ ഇങ്ങനെ മുകളിലേക്ക്. ഇതിൽ ചവിട്ടിയാണ് അവർ മുകളിലേക്ക് കയറുന്നത്. മുകളിൽ ഇവർ ഹണിയൊക്കെ എടുക്കാൻ വേണ്ടി മുകളിലേക്ക് കയറുന്നത്. ഇങ്ങനെയാണ് അവർ പോകുന്നത്. ഈ മരം ഒരുപാട് പ്രത്യേകതയുള്ളതാണ്. ഇതിൻ്റെ ഹോളിൽ വെള്ളമൊക്കെ വെച്ച് സ്റ്റോർ ചെയ്ത് വേനൽക്കാലത്ത് അവർ വെള്ളമൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഫ്രൂട്ട്സ് കഴിക്കാറുണ്ട്. ഇപ്പം നമുക്കെന്ന് പറഞ്ഞാൽ ഇവിടെ പൂവുള്ള ടൈമാണ്, പൂക്കാലമാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് ഇല വരും. ഇല വന്നു കഴിഞ്ഞാൽ ഒരു 90 ദിവസമായിരിക്കും ഇല ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം വീണ്ടും ഇതൊരു ഡ്രൈ മരം പോലെ നിൽക്കും. ഇതിനെ അപ്സൈഡ് ഡൗൺ ട്രീ എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് അല്ലാത്ത സമയത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകൾ ഭാഗം കണ്ടു കഴിഞ്ഞാൽ കുറേ വേരുള്ള മരം എന്നേ നമുക്ക് തോന്നുള്ളൂ. മുകളിലും വേര്, താഴെയും വേര്. ബെസ്റ്റ്. അത് കുഴപ്പമില്ല, വെക്കും. ഐശ്വര്യം ഒന്ന് ട്രൈ ചെയ്തേ കേട്ടോ, അതങ്ങ് പൊട്ടിപ്പോയി. അത് നമുക്ക് പൈസ കൊടുത്ത് കൊടുക്കാൻ പോയിക്കാം. മാറ്റി വെക്കും, അത് മാറ്റി വെക്കും, കുഴപ്പമില്ല. അത് പൊട്ടിപ്പോയി. ഇതവർ വിൽക്കാൻ വേണ്ടി ഇവിടെ വെച്ചിരിക്കുന്നതാണ്. ഇത് ലേഡീസിൻ്റെ ഭാഗത്തേക്ക് വന്നപ്പോൾ അവർ ഇങ്ങനെയുള്ള കുറച്ച് സെയിലും നടത്തുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു കൂടുതലും ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി അവർക്കൊരു ചെറിയ വരുമാനമാകുമല്ലോ. അതെ അതെ അതെ. ഇപ്പുറത്തെ വലിയ ഇന്ന് വൈൽഡ് ബീസ് മറ്റേ പിഗിനെ കിട്ടിയിരുന്നല്ലോ, അതുകൊണ്ട് അതിൻ്റെ സദ്യയൊക്കെ കഴിഞ്ഞൊന്ന് റെസ്റ്റിംഗ് ടൈമാണ്. കണ്ടില്ലേ ഇവിടെ ഇത് കഴിക്കുന്ന കാണാൻ നമ്മുടെ ബൗബേർഡ് ട്രീയുടെ Saya atau nabami acom. What did she say? What did she say? No, but he explained about the kids. They came with the water. Okay. They want to make the juice of baobab fruits. Oh, how to make it? ഒരു ബാബോ ട്രീയുടെ ജ്യൂസ് ഉണ്ടാക്കിയാണ്.
കായകത്തിട്ടുള്ള ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. വെള്ളത്തിനകത്ത് ബോബോട്ടിയുടെ കായ ഇടുകയാണ്. ഇങ്ങനെയാണ് അവർ ജ്യൂസ് ഉണ്ടാക്കുന്നത്. Aku asal sani satu ni. Wale wamekaa sana ni kwa wakwe zako kwa video basi. Wale ndio wamekaa. Wale ndio wamekaa. ജ്യൂസ് ഓൾമോസ്റ്റ് റെഡിയായി. ബോബോട്ടി അവർ നമുക്ക് തന്നിട്ടുണ്ട് ടേസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഐശ്വര്യ ഒന്ന് ടേസ്റ്റ് ചെയ്യാണ്. എനിക്കും ഉണ്ട്. അസാന്തേ Amesema kule ni kwa wako hata acha kuja. ഇത് കൊള്ളാം. ബോബോട്ടിയുടെ റിയൽ കാ കഴിച്ചില്ലേ? ചെറിയ കയറുണ്ടല്ലോ. ഇരുമ്പുളി. ഇതിനെക്കുറിച്ച് പറഞ്ഞുതരാം. പതിവുപോലെ ഇവിടെ വന്നപ്പോഴും ഐശ്വര്യക്ക് മാലകളൊക്കെ കണ്ടപ്പോൾ ഒരെണ്ണം വാങ്ങണമെന്ന് ആഗ്രഹമായി. അപ്പം നോക്കിയാണ് അതിനുള്ള സെലക്ഷൻ്റെ ടൈമിംഗ് ആണ്. രുദ്രാക്ഷമാലയാണോ അത്? എന്തോ കായാണ്. അത് ഷേപ്പ് ചെയ്തെടുക്കുന്നതാണ്. എന്താണെന്ന് പറഞ്ഞത് ബാക്കിയെല്ലാം ബീഡ്സ് ആണ്. മറ്റേ ഇതൊക്കെയാണ്, ഇതെല്ലാം ബീഡ്സ് ആണ്. അപ്പോൾ ആ സെക്ഷനിലൊന്നും ഇഷ്ടപ്പെട്ടില്ല. അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ്. ഇവിടെ കച്ചവടം കണ്ടില്ലേ? ഒരു കാട്ടിനകത്ത്, ഒരു മരത്തിനകത്ത് കേശിയുടെ ഒരു ചില്ലയിൽ കുറച്ച് സാധനങ്ങൾ നോക്കിയിട്ട് വയ്ക്കുകയാണ്. ഇവിടെയാണ് കച്ചവടം. എന്തോ ഒരു മെയിനായിട്ട് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഹഡ്സനെ കുറിച്ച് പറയുകയാണെങ്കിൽ രാവിലെ പോയി ഹണ്ട് ചെയ്യും. അതോടൊപ്പം തന്നെ ഹണി എടുക്കുമ്പോൾ നമ്മുടെ ഗൈഡിൽ നമ്മളൊരു കാര്യം കാണിച്ച് ഒരു പക്ഷിയെ കബളിപ്പിച്ചാണ് ഇവർ ഹണി എടുക്കുന്നത്. കാരണം ഇവർക്ക് എല്ലാവരും കൃത്യമായിട്ട് അറിഞ്ഞുകൂടെ എവിടെയൊക്കെ ഹണിയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു ഹണിയുണ്ട്, അതായത് ഗ്രേറ്റർ ഹണി ഗൈഡ് എന്ന് പറഞ്ഞൊരു പേരുണ്ട്. ആ പേരിനറിയാം എവിടെ ഹണിയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? അതിനെ കബളിപ്പിച്ച് ഇവർ അതിൻ്റെ നോയ്സ് ഉണ്ടാക്കി. ആ നോയ്സ് ഉണ്ടാക്കുമ്പോൾ അത് അവിടെ വന്ന് അത് കണ്ടുപിടിക്കുന്നിടത്ത് നിന്ന് ഇവരത് എടുക്കും. എടുത്തതിന് ശേഷം മറ്റൊരു കാര്യം കൂടെ ചെയ്യും. ഇവർ ആ ഷെല്ലുണ്ടല്ലോ, ആ ഷെല്ല് ഇവർ കംപ്ലീറ്റ്ലി ബേൺ ചെയ്യുകയോ അല്ലെങ്കിൽ ഒളിപ്പിച്ച് വെക്കുകയോ ചെയ്യും. കാരണം ആ ബേഡ് വീണ്ടും വിശപ്പോടെ നിൽക്കണം. പിന്നീട് അത് കണ്ടെത്തണം, അടുത്ത ഉള്ള സ്ഥലം കണ്ടെത്തണം. അതുവേണ്ടി അങ്ങനെയും കൂടാണ് ഇവർ ചെയ്യുന്നത്. അങ്ങനെയാണ് ഇവർ ഹണി ഹണ്ട് ചെയ്യുന്നത്. അതായത് രാവിലെ ആണുങ്ങൾ വേട്ടയ്ക്ക് പോവുകയും പെണ്ണുങ്ങൾ അതോടൊക്കെ തന്നെ റൂട്ട്സ് കളക്ട് ചെയ്യാനും പോവുകയും ചെയ്യുന്നു. ഈ കിഴങ്ങ്, ഒരുപാട് കാട്ടിലുള്ള കിഴങ്ങുകളുണ്ട്, അത് കൊണ്ടുവരുമ്പോൾ സപ്പോസ് ആണുങ്ങൾ വരുമ്പോൾ മൃഗങ്ങളെ ഒന്നും കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അന്നത്തെ അവരുടെ ആഹാരം ആ റൂട്ട്സ് ആയിരിക്കും. അങ്ങനെയും കൂടെ ഒരു ആചാരം ഇവിടെയുണ്ട്. അങ്ങനെയാണ് ഇവരുടെ ദൈനംദിന ജീവിതം നടക്കുന്നത്. ഇൻസ്ട്രുമെൻറ്റ്സ് ഇവരുണ്ടാക്കുന്നുണ്ട്, മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് കാണിക്കാം. ഇവരുടെ ഒരു പ്രത്യേക മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഉണ്ട് മറ്റേ പുള്ളവും പാട്ട് പാടുന്നത്. ഇത് ഈ സൗണ്ട് കേട്ടാ പുള്ളവും പാട്ടിന്റെ ടൂളില്ലയോ മറ്റേ അമ്പലത്തില്? ട്രൈ പുള്ളോത്തിയാവല്ലേ?
എന്തോന്ന് മെയ്സ് പൗഡർ വെച്ച് അവരത് ഉണ്ടാക്കിയാണ് കുക്ക് ചെയ്യാണ്. നമ്മൾ പറഞ്ഞായിരുന്നില്ല ഹണി കണ്ടെത്താൻ വേണ്ടി ഒരു ഗ്രേറ്റർ ഹണി കേഡ് എന്ന് പറഞ്ഞൊരു ബേഡിന്റെ വോയിസ് മിമിക്ക് ചെയ്യുന്നു. അതിപ്പോ നാളെ മിമിക്ക് ചെയ്യാൻ പോവുകയാണ്. That's the sound of that bird. Oh, honey guy. ആകർഷിക്കുകയും ചെയ്യും. kata ali bebe ba nota no asekame ba alako bebe ba. കണ്ടില്ലേ, അവർ കഴിച്ചിട്ട് അതിന് തന്നെ അവർ വളർത്തുന്ന പട്ടിക്ക് വേണ്ടി അവർ ഒരുക്കിയിരിക്കുന്ന ഫുഡാണിത്. ഇത് നമുക്ക് കാണാൻ കഴിയും. കാരണം അവർ എല്ലാവരെയും കെയർ ചെയ്യുന്നു. ഭൂമിക്ക് അങ്ങനെ കോട്ടം ഉണ്ടാക്കുന്നില്ല. സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ തന്നെയാണ് ഭൂമിക്ക് നാശനഷ്ടം വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവർ ഭൂമിയിൽ നിന്ന് എടുത്തിട്ട് അവർക്ക് തന്നെ കൊടുത്തിട്ട് എല്ലാം ഒരു സന്തോഷത്തോടു കൂടി ഒരു ജീവിതം. അപ്പം ഇവരുടെ സദ്യയൊക്കെ കഴിഞ്ഞ് എല്ലാവരും റെസ്റ്റിങ്ങിലാണ്. ഇപ്പം കണ്ടില്ലേ, ഉറക്കമായി, ചീഫൊക്കെ ഉറക്കമായി കുടിക്കുന്നു. അതിൻ്റെ സൂപ്പൊക്കെ കുടിക്കുകയാണ്. പിന്നെ ഇവർക്ക് പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇവർക്ക് പ്രത്യേകം റിലീജിയണോ അങ്ങനെ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവർ അവരിൽ തന്നെ ഒരു വിശ്വാസം, അങ്ങനെ പ്രത്യേകിച്ച് ആ ഗ്രൂപ്പിൽ തന്നെ വലിയ ഹൈറാർക്കിയോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാവരും ഒന്നുള്ള സമത്വത്തിലൂടെയാണ് ഏത് തീരുമാനങ്ങൾ എടുക്കുന്നതും കൂട്ടായി ഇരുന്ന് ആലോചിച്ചിട്ടാണ് ഇവരുടെ തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത്. അങ്ങനെയാണ് ഇവരുടെ രീതി. പിന്നെ ഇവരുടെ ബോഡിയെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഇവരെ അടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പണ്ട് കാലങ്ങളിൽ അടക്കിയിരുന്നത് ഇവരെ കാട്ടിൽ തന്നെയാണ്, എവിടെയെങ്കിലും ബുഷിൽ കൊണ്ട് അടക്കിയിരുന്നത്. നമ്മുടെ മുമ്പ് കൊണ്ടുവന്ന ആയുധം, നമ്മൾ ഒരു ഇൻസ്ട്രുമെൻ്റ് അവിടെ പ്ലേ ചെയ്യില്ല, അത് പ്ലേ ചെയ്യാൻ നമ്മുടെ ഒരു സഹോദരൻ വന്നിട്ടുണ്ട്. പുള്ളി പ്ലേ ചെയ്ത് കാണിക്കുക. ഇനിയിപ്പോൾ പുള്ളി ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കും. Yeah, first he is tuning. മുമ്പ് നമ്മൾ ചുമ്മാ ട്രൈ ചെയ്ത് നോക്കുന്നു. ഇനി അതിൻ്റെ റിയൽ വേർഷൻ ഇപ്പോൾ കേൾക്കാം. ഇത് നമ്മുടെ നാട്ടിലെ പുള്ളോം പാട്ട് പോലെ അല്ലേ? തനി പുള്ളോം പാട്ടിൻ്റെ അതേ മ്യൂസിക്കാണ് കേൾക്കുമെന്ന് തോന്നുന്നത്. മുമ്പേ നമ്മൾ കാണിച്ചിരുന്നു എങ്ങനെയാണ് കൗന് ഡോഗിന് ഫീഡ് ചെയ്യുന്നത്. കണ്ടോ, അതിനകത്ത് മീറ്റും ഉണ്ട്, ഉഗാളി എല്ലാം കൂടെ മിക്സ് ചെയ്ത് കുട്ടികളെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് ഇനിയിപ്പോൾ ഡോഗിൻ്റെ സമയം. കണ്ടില്ലേ, മുകളിൽ നിർത്തും, ആ സൈഡിൽ നിർത്തും. കണ്ടോ, അവർ എന്ത് നീറ്റായിട്ടാണ് കഴിക്കുന്നത്, ആർക്കും ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ. അതെ അതെ അതെ, അവരെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷമാണ് വന്ന് കഴിച്ചത്. അതുവരെ പട്ടികൾ ആ ഭാഗത്തേക്ക് വന്നതുപോലുമില്ല. എല്ലാം റെഡിയാക്കി ആദ്യം അവർ ഉഗാളി ഇട്ടു, അതിനുശേഷം മീറ്റ് ഇട്ടു, പിന്നെ മറ്റേ ആ സൂപ്പ് ഇട്ടു, അതിന് ശേഷമാണ് അവർ വന്ന് കഴിച്ചത്. കണ്ടല്ലേ എന്ത് വൃത്തിയായിട്ട് കഴിക്കുന്നത്. കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം തന്നെയാണിത്.
ഇനി ഒരു പാട്ടാണ് ഇവരുടെ പാട്ട്. They are going to sing a song. Women difference, men difference. അതുകൊണ്ട് തന്നെ ഇവർ ഫുഡ് കഴിക്കുന്നത് തന്നെ സ്ത്രീകൾ പ്രത്യേകവും ആണുങ്ങൾ പ്രത്യേകവുമാണ് കഴിക്കുന്നത്. അത് തന്നെ വേറൊരു കാര്യമുണ്ട്. FMA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 വയസ്സാകുമ്പോഴേക്ക് ഇതിലെ ഒരു കുട്ടി പോയി, ഇതിന് ആരായാലും 20 വയസ്സാകുമ്പോൾ അവർ പോയി ഹണ്ട് ചെയ്യണം. വലിയ ആനിമൽസിനെ ഹണ്ട് ചെയ്തിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ FMA കാറ്റഗറിയിൽ വരും. ആ കാറ്റഗറിയിൽ വരുമ്പോൾ അവർക്കെന്ന് പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സ്പെഷ്യൽ പാർട്സ് കഴിക്കാം. ആ ഹണ്ട് ചെയ്തുകൊണ്ട് വരുന്ന അനിമൽസിൻ്റെ കിഡ്നി, ലങ്സ്, ഹാർട്ട് ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കഴിക്കാൻ പറ്റുന്ന ആ ഗ്രൂപ്പിലുള്ളവർക്ക് മാത്രമാണ്. അപ്പോൾ അത് 30 വയസ്സ് വരെ ഹണ്ട് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർക്ക് ആ ഫുഡ്, ആ മെയിൻ പാർട്സുകൾ കഴിക്കാൻ കഴിയില്ല. 20 to 30 വയസ്സ് ആ മെയിൻ പാർട്സുകൾ കഴിക്കാൻ കഴിയില്ല. പക്ഷെ 30 വയസ്സായതിനു ശേഷം പിന്നെ അവർക്ക് എല്ലാവർക്കും ആ FMA കാറ്റഗറി പെരുകയും FMAയിൽ ഫുഡ് കഴിക്കുകയും ചെയ്യാൻ. ഇനിയിപ്പം നമുക്ക് വേണ്ടി ഇവരുടെ ട്രൈബിൽ ഒരു സോങ് പാടാൻ പോവുകയാണ്. അതാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. മീറ്റ് ഇപ്പോഴും കഴിച്ചു കഴിഞ്ഞിട്ടില്ല, അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഹഡ്സാബെ ട്രൈബിനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ആ ഒരു വീഡിയോയുടെ ഒരു പരിസമാപ്തിയാണ് ഇവിടെ കുറിക്കുന്നത്. അപ്പോൾ നമ്മളെ പരിചയപ്പെടുത്താൻ ജേജിയുണ്ട്, നമ്മുടെ കേസ് എല്ലാവരും ഉണ്ട്. അപ്പോൾ അസാന്തെ ബാൻ അസാന്തെ